ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൊട്ടത്തേങ്ങ. അപ്പം മച്ചാന്മാരെ, നമ്മൾ ഇന്നൊരു അടുത്ത പുതിയൊരു ട്രിപ്പാണ്. അതും സ്കൂളിൽ നിന്ന് തന്നെയാണ്. അത് നമ്മൾ ഒരു ട്രിപ്പ് പോകുന്നതിന് വേണ്ടി ഇന്ന് നമ്മൾ ട്രിപ്പ് ഫുള്ളല്ല കാണിക്കുന്നത്. നമ്മൾ എവിടാണോ പോകുന്നത് ആ സ്ഥലത്തോട്ടല്ല നമ്മളിന്ന് ഫുള്ള് കാണിക്കുന്നത്. ഇന്ന് ഒരു 27 ഹെയർ പിൻ ബെൻഡുകൾ, ഹെയർ പിൻ വളവുകളുള്ള ഒരു വലിയ ചുരത്തിൽ കൂടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതിന് മുമ്പ് നമ്മൾ ചുരത്തിൽ കൂടെ പോയതുണ്ട്. അത് സാധാ കുറച്ച് ഒരു മല പോലുള്ള ഏറ്റങ്ങൾ കയറി പോവുകയാണ്. പക്ഷേ ഇതങ്ങനല്ല മച്ചാന്മാരെ, ഇത് 27 എണ്ണമാണുള്ളത്. നമ്മൾ ഇറങ്ങിപ്പോവാണ്. അപ്പം കയറുന്നതെന്ന് പറഞ്ഞാൽ തിരിച്ചാണ്. അപ്പം നമ്മളെന്തായാലും ഇപ്പം നമ്മൾ പോകുന്നത് സ്കൂളിലോട്ടാണ്. ഇതിനിടയ്ക്കാണ് ഹെയർ പിൻ ബെൻഡുകൾ വരുന്നത്. അതും നമ്മൾ ഹെയർ പിൻ ബെൻഡ് കയറാൻ പോകുന്നത് നൈറ്റായിരിക്കും, രാത്രിയായിരിക്കും നമ്മൾ ഹെയർ പിൻ ബെൻഡുകൾ കയറാൻ പോകുന്നത്. സോ എല്ലാ മച്ചാന്മാരോടും ഞാൻ ഒന്നുകൂടെ പറയാം, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് ചെയ്തേക്കാം മച്ചാന്മാരെ. നിങ്ങളുടെ ഒരു സപ്പോർട്ടുള്ള, അപ്പം നമുക്ക് ഇനിയും വീഡിയോസൊക്കെ ഇടാൻ പ്രചോദനം ഉണ്ടാകും. ആ മച്ചാന്മാരെ, നമ്മളങ്ങനെ സ്കൂളിൻ്റെ തൊട്ട് മുമ്പിൽ എത്തിയിട്ടുണ്ട്. സൈഡിലോട്ട് നമുക്ക് വണ്ടി ഒന്ന് ഒതുക്കി പാർക്ക് ചെയ്ത് ഇടാം അങ്ങോട്ട്. ഓക്കെ, അപ്പം നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി വണ്ടി നിറങ്ങാം. അപ്പം ഇനി അവർ ഡോറെല്ലാം നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ വേറൊരു സംഭവം കാണിക്കാം ഗൈസ്. ഈ സ്കൂളിനകത്ത് കണ്ടോ, ഗണപതി ഭഗവാന്റെ വരെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് ഭക്തിയോടെയാണ് ഓരോ സ്കൂളുകൾ അവർ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം, അങ്ങോട്ട് എടുത്തേക്കാം. നമുക്കെന്തായാലും ഡീസൽ അടിക്കണം, കാരണം 65 ലിറ്ററേ ഡീസലുള്ളൂ. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഡീസൽ അടിക്കണം. അപ്പം നമുക്കെന്തായാലും അങ്ങോട്ട് 100-110 ലിറ്റർ അങ്ങോട്ട് പറപ്പിക്കാൻ വെച്ചാൽ മതി. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു വളച്ച് അങ്ങോട്ട് എടുക്കാം. അപ്പം ഏകദേശം വലിയൊരു ഹെയർ പിൻ ബെൻഡുകൾ വയ്യെന്ന് വെച്ചാൽ ഒരുപാട്. ഇതുവരെ ഞാൻ ഈ ഗെയിമിൽ കളിച്ചിട്ടുള്ളത് ഏറ്റവും അടിപൊളി റൂട്ട് തോന്നിയിട്ടുള്ള റൂട്ടിലൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു സ്മാരകം പോലെ എന്തോ സംഭവമാണ് ഇതും കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡീസൽ ഫുൾ ടാങ്ക് അടിക്കാം. പമ്പിലോട്ട് കയറി ഇപ്പോൾ 2025 രൂപയ്ക്ക് ഫുൾ ടാങ്ക് ഡീസൽ അങ്ങ് അടിച്ചേക്കാം. ഇപ്പോൾ 65 200 ലിറ്ററാണല്ലോ നമ്മുടെ ഈ ഗെയിമിനകത്തെ ഫുൾ ടാങ്ക് എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് പമ്പുകളുണ്ട്, ഇഷ്ടം പോലെ പെട്രോൾ പമ്പുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അങ്ങനെ എണ്ണ നിറയട്ടെ. അപ്പം എന്തായാലും ഇനി ഫുള്ളായിട്ട് നമുക്കിനി വണ്ടി എടുക്കുക. സോ ഇനിയും വേറെ ട്രിപ്പുകൾ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. നമ്മളിനി പുതിയ വണ്ടി എടുക്കാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് പൈസ വേണ്ടേ മച്ചാന്മാരെ വണ്ടി എടുക്കണമെങ്കിൽ. ഇപ്പം തന്നെ പൈസ നമ്മൾ ഓരോന്ന് ട്രിപ്പ് കഴിയുമ്പം അത് നമ്മളെ വണ്ടിക്ക് ഓരോരോ മെയിൻ്റെനൻസും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ അങ്ങ് പോകും. പിന്നെ ഡീസൽ അടിക്കാനും ഒക്കെ അങ്ങ് തീരുവാണ് മച്ചാന്മാരെ. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് കത്തിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം അടുത്താണ്, ഒരു 10-30-40 കിലോമീറ്റർ കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ട്. എന്തായാലും നമ്മളിപ്പം എല്ലാം ഒന്നും കാണിക്കുന്നില്ല, കുറേ പോകാനുണ്ട്. ഞാൻ ഏത് റൂട്ട് നമ്മുടെ മാപ്പിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, കൊച്ചി, ബാംഗ്ലൂർ, അങ്ങനെ ഇതിലേത് റൂട്ടാണ് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അപ്പം മുഴുവനിരുന്ന് കാണി ഏതാ റൂട്ടെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അതായത് കളിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാമല്ലോ. അപ്പം കളിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയാം ഏത് റൂട്ടാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഏകദേശം ഒക്കെ ചുരത്തിനൊരു 1-2 കിലോമീറ്റർ മുമ്പ് ആയിട്ടുണ്ട്. എല്ലാം ഫുള്ള് അതേപോലെ കാണിക്കുന്നില്ല, കാരണം ആദ്യം തൊട്ട് അവിടം വരെ എടുക്കുവാണെങ്കിൽ 10-35 മിനിറ്റ് എടുക്കും മൊത്തം റെക്കോർഡിങ്. അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് കട്ട് ചെയ്താണ് കാണിക്കുന്നത്. സോ അത്ര എഫേർട്ട് എടുത്ത് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്താണ് നിങ്ങളെ ഓരോ വീഡിയോസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾ ഉറപ്പായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് നമുക്ക് എപ്പോഴും പറയാനുള്ളത്. സോ ഗൈസ്, അങ്ങനെ ഫസ്റ്റ് ഹെയർ പിൻ വളവാണ് ഇറങ്ങിയത്. ഇങ്ങനെ 27 എണ്ണം ഉണ്ട്. നമ്മൾ ഇറങ്ങിയപ്പോൾ പോവാണ് ഇപ്പം 27, 26, 75 ഇങ്ങനെ ഓരോ ബെൻഡുകൾ ഇങ്ങനെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ മച്ചാൻ വരെ. ഞാനിപ്പം അവിടെ സൈഡിൽ കാണിച്ചു തരാം. താഴെ മൊത്തം മഞ്ഞ്, ഒരു പ്രകൃതി രമണീയമായ, നിങ്ങളത് കണ്ടോ മച്ചാൻ വരെ. അങ്ങേറ്റ ഫ്രണ്ടിൽ നോക്ക്, ഫുള്ള് ഞാൻ ഈ ആരോ കണ്ടില്ലേ, അപ്പം ആ ആരോ കണ്ടോ മച്ചാന്മാരെ, അതാണ് നമ്മുടെ മെയിൻ സാധനം. എന്താ, ഹെയർ പിൻ ബെൻഡുകൾ ഇഷ്ടം പോലുണ്ട്, ഒരുപാട് വളവുകളുണ്ട്. നിങ്ങൾ
ആ മാപ്പ് ഒന്ന് ഓടിച്ച് നോക്കിയാലേ ഞാൻ സ്ഥലം ഏതാണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. എവിടെ തൊട്ട് എവിടം വരെയാണ് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾ നോക്കി ഹെയർപിൻ ബെൻഡ് കണ്ടോ. അപ്പം നമ്മൾ 18ാമത്തെ ഹെയർപിൻ ബെൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് 1ാമത്തെ ഹെയർപിൻ ബെൻഡിലോട്ട് ഇറങ്ങി പോവുകയാണ് നമ്മൾ. സോ അടിപൊളി വ്യൂ ആണ് മച്ചാന്മാരെ. ഞാൻ ഫുൾ സ്ക്രീൻ ഇട്ട് ഞാൻ പിന്നെ ഒരു നല്ലൊരു വ്യൂ വരുമ്പോൾ കാണിക്കാം. ഒരു കിണ്ണം വ്യൂ അടിപൊളി. ഇപ്പം നമ്മൾ ഇച്ചിരി സ്പീഡിലാണ് കാണിക്കുന്നത് കണ്ടോ. നോക്ക് നിങ്ങൾ, കറക്റ്റ് നമ്മളൊരു ചുരം പോലുള്ളത് തന്നെ കണ്ടോ മച്ചാൻ. നോക്കൂ നിങ്ങൾ വ്യൂ നോക്ക് എത്ര ഹെയർ പിൻ ബെൻഡുകളാണ് നോക്കുക മച്ചാൻ. നോക്ക് വളവുകൾ നിങ്ങൾ നോക്കിയോ. ആ ഒരു പെർഫെക്ഷൻ അവിടുന്ന് അങ്ങനെ നമ്മൾ കയറി ഇറങ്ങി വരികയാണ്. ആ ഒരു പെർഫെക്ഷൻ നോക്കിയോ മച്ചാന്മാരെ. ഈ ഗെയിം ഒരു ഇന്തോനേഷ്യൻ അല്ലല്ലോ, ബസ് സിമുലേറ്റർ ഇന്ത്യ എന്നുള്ള ഈ ഗെയിം അടിപൊളി കിടില്ല. ഇതുവരെ കളിച്ചിട്ടുള്ള ബസ് ഗെയിമുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ് ബസ് സിമുലേറ്റർ ഇന്ത്യ. കണ്ടോ നോക്ക് കേട്ടോ. എത്ര വളവുകൾ വളഞ്ഞിങ്ങനെ അങ്ങ് കിടക്കുകയാണ് മച്ചാന്മാരെ. കറക്റ്റൊരു ഹെയർ പിൻ വളവുകൾ തന്നെയാണ്. വലിയ ചുരം ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു മലയാണ്. അപ്പം അതേ കൂടി ഇങ്ങനെ ഇറങ്ങി കണ്ട മോനെ കറക്റ്റ് എന്തോ വലിയ ജീവി കിടക്കുന്ന പോലെ തന്നെയുണ്ട്. താഴോട്ട് നമുക്ക് ഒരുപാട് ഉണ്ട്. നമുക്കിപ്പോൾ ദമ്പാറിലാണ് നിൽക്കുന്നത്. ഇത് കറക്റ്റ് ഒരു കേരളത്തിലെ സ്ഥലമല്ല. ഇപ്പം നമ്മൾ കേരളത്തിലല്ല നിൽക്കുന്നത്. ഞാൻ ഏതാ സ്ഥലം അവസാനം നിങ്ങളുടെ മാപ്പിൽ ഞാൻ പറഞ്ഞു തരാം ഏതാണ് സ്ഥലം എന്ന്. എന്താ വൈബ് മച്ചാന്മാരെ, മസ്റ്റാണ് ഓടിച്ച് നോക്കണം. ബസ് സിമുലേറ്ററിൽ കിണ്ണൻ മാപ്പുകളാണുള്ളത്. ഉറപ്പായും നിങ്ങൾ എന്ത് ചെയ്യണം മച്ചാന്മാരെ, ട്രൈ ചെയ്യണം. അത് ഞാൻ ഉറപ്പ് പറയുന്നതാണ്. ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മച്ചാന്മാരെ, ട്രൈ ചെയ്യണം. വളവുകൾ കൊണ്ടങ്ങ് ആറാട്ടലാണ് നടത്തിയേക്കുന്നത് കണ്ടോ. സ്കൂൾ പിള്ളേരൊക്കെ രാത്രി അവിടെ പോകുന്ന ആർക്കറിയാം. അപ്പോൾ നമ്മളങ്ങനെ പറത്തി ഏകദേശം നമ്മൾ മൊത്തമൊന്നും കാണിച്ചില്ല. 27 ഹെയർ പിൻ വളവുകളൊന്നും കാണിച്ചാൽ വീഡിയോ ലെങ്ത് അങ്ങ് കൂടും. അതുകൊണ്ട് സ്പീഡ് കൂട്ടിയും ചിലതൊക്കെ കട്ട് ചെയ്തൊക്കെ കളഞ്ഞാണ്. കറക്റ്റ് എണ്ണി നോക്കിയാൽ ചിലപ്പോൾ 27 കാണുന്നില്ല. ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ സ്പീഡും കൂട്ടി ആണ് നമ്മൾ വൃത്തിയായിട്ട് ചെയ്ത് വെച്ചേക്കാണ്. സോ ഏകദേശം നമ്മുടെ ഹെയർ പിൻ 27 ഇറങ്ങി കഴിഞ്ഞ് വെച്ചാൽ മതി. ഇത് ഏതാ മാപ്പെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് അവസാനം. അങ്ങനെ ഏകദേശം നമ്മൾ സ്ഥലം കഴിഞ്ഞു. അപ്പോൾ സോ വെച്ചാൽ മതി. ഇതാണ് നമ്മുടെ വീഡിയോ. ഹെയർ പിൻ വളവുകൾ കാണിക്കാനായിരുന്നു നമ്മൾ വീഡിയോ. അപ്പോൾ ഇനി മാപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ കോയമ്പത്തൂർ ടു ബാംഗ്ലൂർ റൂട്ടോ അല്ലെങ്കിൽ ബാംഗ്ലൂർ ടു കോയമ്പത്തൂർ റൂട്ടോ രണ്ടും ഓടിച്ചു പോകാം. ഈ ഹെയർ പിൻ വളവുകളിലൂടെ പോകാൻ കഴിയും. ട്രൈ ചെയ്ത് നോക്കുക. സോ അപ്പോൾ നമ്മളിനി പിള്ളേരെ ഒരു ഹോട്ടലിൽ ആക്കിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക. അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മച്ചന്മാരെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.